ഗൂഗിളിൽ NIOS എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. അതിൽ സ്റ്റുഡൻറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഈ പേജിൽ താഴെ ലോഗിൻ വേ റെഫറൻസ് നമ്പർ ഓർ എൻറോൾമെൻറ്റ് നമ്പർ എന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്ന ID കാർഡിൽ എൻറോൾമെൻറ്റ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ടായിരിക്കും. അത് അടിച്ചു കൊടുത്തിട്ട് അവിടെ ലോഗിൻ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് സ്റ്റുഡൻസിൻ്റെ ഡാഷ്ബോർഡ്. ഈ ഒരു ഡാഷ്ബോർഡിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ട്യൂട്ടർ മാർക്ക് അസൈൻമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ വരിക. അതിൽ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഡൗൺലോഡ് TMA, അപ്ലോഡ് TMA, TMA സ്റ്റാറ്റസ്. അതിൽ നിങ്ങൾ എടുക്കേണ്ടത് അപ്ലോഡ് TMA എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്ലോഡ് TMA ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലൊരു പേജാണ് വരുന്നത്. അവിടെ താഴോട്ട് വരുമ്പം നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റും കാണാം. ഇതിലാണ് നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റും അപ്ലോഡ് ചെയ്യേണ്ടതുള്ളത്. ഇതിൽ ഫസ്റ്റ് ഇംഗ്ലീഷാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലൊരു പേജാണ് വരുന്നത്. ഈ പേജിൽ ആ 2 സൈഡിൽ നോക്കുക. സെലക്ട് മീഡിയ ഉണ്ട്, പിന്നെ മീഡിയം ഓഫ് അപ്ലോഡും ഉണ്ട്. രണ്ടും ഇംഗ്ലീഷ് തന്നെയാണ് വേണ്ടത്. അത് ഇംഗ്ലീഷ് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴോട്ട് വരുമ്പം അവിടെ ബ്രൗസ് എന്ന് കാണുന്നില്ലേ, അവിടെ ബ്രൗസ് എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങളുടെ ഫയൽസിലേക്കാണ് പോവുക. അതിൽ ഏത് ഫയലിലാണോ നിങ്ങൾ അസൈൻമെൻറ്റ് സേവ് ആക്കി വെച്ചിട്ടുള്ളത് അതിൽ നിന്ന് നിങ്ങളുടെ അസൈൻമെൻറ്റ് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അസൈൻമെൻറ്റ് ഇങ്ങനെ താഴെ വന്നിട്ടുണ്ടാകും. അതൊന്ന് നോക്കുക, എല്ലാം ഒന്ന് നോക്കുക. നിങ്ങളുടെ അസൈൻമെൻറ്റ് കറക്റ്റായ ഓർഡറിൽ തന്നെയാണോ ഉള്ളത്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു തവണ കൂടി ഓക്കെ ആക്കാനായിട്ട് അവരുടെ ഒരു മെസ്സേജ് ഉണ്ടാകും. അവിടെ യെസ് ഫൈനൽ സബ്മിറ്റ് എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക. അടുത്തത് മലയാളം അപ്ലോഡ് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ അപ്ലോഡ് TMA സെലക്ട് ചെയ്യുക. അതിൽ മലയാളം ക്ലിക്ക് ചെയ്യുക. അവിടെ സെലക്ട് മീഡിയം ടു അപ്ലോഡും മലയാളമാണ് വേണ്ടത്. അത് മലയാളം തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള ബ്രൗസിൽ വന്നിട്ട് നമ്മുടെ ഏത് ഫയലിലാണോ അസൈൻമെൻറ്റ് ഉള്ളത് അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നേരത്തെ ഇംഗ്ലീഷ് വന്ന പോലെ തന്നെ മലയാളത്തിൻ്റെയും അസൈൻമെൻറ്റ് അവിടെ വന്നിട്ടുണ്ടാകും. അത് നോക്കുക. ശേഷം സബ്മിറ്റ് കൊടുക്കുക. ശേഷം വരുന്ന ആ ഒരു ബോക്സിൽ യെസ് ഫൈനൽ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. പൊളിറ്റിക്കൽ സയൻസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്ലോഡ് TMA ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ഈ ഒരു പേജിൽ പൊളിറ്റിക്കൽ സയൻസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം വരുന്ന ഈ പേജിൽ ശ്രദ്ധിക്കുക, ഇവിടെ സെലക്ട് മീഡിയത്തിലും മീഡിയം ടു അപ്ലോഡിലും ഹിന്ദിയിലാണുള്ളത്. അത് രണ്ടും മാറ്റിയിട്ട് ഇംഗ്ലീഷിൽ കൊടുക്കേണ്ടതാണ്. സെലക്ട് മീഡിയവും ഇംഗ്ലീഷ് ആക്കുക, മീഡിയം ടു അപ്ലോഡും ഇംഗ്ലീഷ് ആക്കുക. അത് ഇനിയുള്ള എല്ലാ സബ്ജക്റ്റിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും കാര്യം മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന പൊളിറ്റിക്കൽ സയൻസ് ആയാലും ഹിസ്റ്ററി ആയാലും ബിസിനസ് സ്റ്റഡീസ് ആയാലും അക്കൗണ്ടൻസി ആയാലും ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റ് ആയാലും അവിടെ രണ്ടും ഇംഗ്ലീഷ് തന്നെ ആക്കി കൊടുക്കേണ്ടതാണ്. അതിനുശേഷം താഴോട്ട് വരിക. ബ്രൗസിൽ നമ്മുടെ ഫയൽസിൽ നിന്ന് അസൈൻമെൻറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആ ഒരു അസൈൻമെൻറ്റ് ഇതുപോലെ തന്നെ താഴെ വരുന്നതാണ്. മാറിപ്പോവാൻ പാടില്ല. പൊളിറ്റിക്കൽ സയൻസിൻ്റെ അസൈൻമെൻറ്റ് തന്നെ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ബോക്സിൽ യെസ് ഫൈനൽ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. TMA അപ്ലോഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഡാഷ്ബോർഡിൽ വരിക. അതിൽ ട്യൂട്ടർ മാർക്ക് അസൈൻമെൻറ്റിലേക്ക് വരിക. അതിൽ ഏറ്റവും അവസാനത്തെ TMA സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇതുപോലൊരു പേജ് വരുന്നതാണ്. അവിടെ ഇപ്പം ഇംഗ്ലീഷിൻ്റെ ആണ് അപ്ലോഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ നേർക്ക് വ്യൂ TMA എന്ന് കാണാം. അവിടെ ഒരു ഐയുടെ ബട്ടൺ ഉണ്ട്, ഒരു ഐയുടെ ചിഹ്നം പോലെയുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ അപ്ലോഡ് ആയിട്ടുള്ള TMA കാണാവുന്നതാണ്. ഇതുപോലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും അപ്ലോഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് അവിടെ ഉണ്ടായിരിക്കും.